ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജീവിതത്തിലല്ല, എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ നമ്മൾക്ക് എന്താണ് ജീവിതത്തിൽ നടക്കുന്നതും ഒക്കെ കാണാം. ഓക്കെ, ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വല്ലാത്തൊരു ഡിപ്രഷൻ രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് പലർക്കും കാണിക്കുന്നുണ്ട്. വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിച്ചേർന്നിട്ടുള്ളത്. ചിലപ്പോൾ ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്നുള്ള രീതിയിലേക്ക് കാണുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജിയിൽ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടാനായിട്ട് ഇടവന്നിട്ടുണ്ടായിരിക്കുക. ചില വ്യക്തികൾക്ക് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഒരുപാട് ഈ സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെക്കാളും കൂടുതലാണ് ഇവരെ സ്നേഹിച്ചിട്ടുള്ളത്. അത് അവർക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വ്യക്തിക്ക് ഇപ്പോൾ അവർക്ക് എന്തൊക്കെയോ റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളെന്ന വ്യക്തി ഈ നിങ്ങളെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കാളും, ഈവൻ നിങ്ങളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ ഒരു പേഴ്സണാണ്. ഓക്കെ, അത് ഈ വ്യക്തിക്ക് മുമ്പ് അറിയാമായിരുന്നിട്ടും അറിയാത്ത പോലെ നടിച്ചിരുന്ന പല സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തിക്ക് ഇപ്പോൾ റിയലൈസേഷൻ വരുന്നുണ്ട് എന്തായിരുന്നു നിങ്ങളെ സ്നേഹം. പക്ഷേ അവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴും അവർക്ക് എന്തോ ഒരു ഭയം, കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്നേഹം അവരെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് മൂഡിലാണ് നിങ്ങൾ. ആൻഡ് ചിലവർ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം, അത് നിങ്ങളുടെ സ്നേഹമാണ് ആ വ്യക്തിയോട്. ആക്ച്വലി ഇതൊരു കൺട്രോളിങ് അല്ല, നിങ്ങളുടെ സ്നേഹമാണ്. ചില വ്യക്തികൾ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം, അത് പാടില്ല, ഇത് പാടില്ല, അങ്ങോട്ട് പോകരുത്, അത് നിങ്ങളുടെ ഒരു പൊസസീവ്നെസ്സിൽ വരുന്നതാണ്, സ്നേഹത്തിൽ വരുന്നതാണ്. അതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് അവരെ ആരാണെങ്കിലും, ഏതൊരു വ്യക്തിയാണെങ്കിലും അവരിങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഇഷ്ടമല്ല. കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ്. ഭയങ്കര ദേഷ്യം എന്നല്ല, ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല ദേഷ്യമായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതലും അവരിപ്പോൾ ഒരു റണ്ണർ, നിങ്ങളൊരു ചേസർ, അവരൊരു റണ്ണർ എന്നുള്ള നിലയിലാണ് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് ഇപ്പോൾ പല റിയലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, ഡിവൈൻ വിൽ പ്രകാരം വന്നിട്ടുള്ള ഒരു ബന്ധമാണിത് നിങ്ങളിലേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും വിട്ടകന്നു പോകാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ പലരും പല തവണ ശ്രമിച്ചതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി. കാരണം ഞാൻ പറഞ്ഞു, ചില വ്യക്തികൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ചില വ്യക്തികൾക്കാണ് അവർ ലൈഫിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയത്ത് എന്തെങ്കിലും വേറൊരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ അവരുടെ ഫാമിലി പേഴ്സണലി ലൈഫിൽ എന്തെങ്കിലും സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കണം ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ തരുന്നതും ഈ ഒരു വ്യക്തി തന്നെ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പല വ്യക്തികൾക്കും ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഈ വ്യക്തി വന്നതിന് ശേഷമായിരിക്കും നിങ്ങളിപ്പോൾ പല രീതിയിലും വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. പല ടെൻഷൻസ്, പല വിഷമങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നു, എന്താ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണോട് എന്താ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് തന്നെ അറിയാം കുറച്ച് ഓവറാണ് ഈ പേഴ്സണിൻ്റെ അടുത്ത് കാണിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുള്ള എനർജിയാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഈ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ക്ഷമിച്ചും പുറത്തും പോന്നിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക്
അത്ര ഈസി ആയിട്ട് വിട്ടുകൊടുക്കാനോ ഒന്നിനും പറ്റുന്നുണ്ടായിരിക്കില്ല. നിങ്ങളെ മനസ്സ് അതിന് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. ബിക്കോസ് ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡിവൈൻ വിൽ പ്രകാരമുള്ള എന്തൊക്കെയോ മാറ്റങ്ങളാണ്. ആൻഡ് യു ആർ ഓൾസോ, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചസ് വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ തന്നെ അതിശയിപ്പിക്കുന്ന എന്തൊക്കെയോ തരത്തിലുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. പക്ഷെ ആ ചേഞ്ചസിനെ നിങ്ങളിൽ പലരും എന്താ പറയുക, പേടിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, മാറി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ചേഞ്ചസും ആവശ്യമില്ല. ആ പേഴ്സണെ നിങ്ങൾക്ക് പഴയ പോലെ തിരിച്ച് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഡിവൈൻ വിൽ പ്രകാരം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, വരാനായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സംതിങ് ഒരു ചേഞ്ചസ്, എന്തോ ഒരു വലിയ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ എത്രയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്താലും, അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, അയ്യോ അത് പറ്റില്ല, എനിക്കത് വേണ്ട, അങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലേക്കുള്ള ഒരു എനർജി നിങ്ങളിൽ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു ദൈവവിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങൾ എത്രയൊക്കെ ബ്ലോക്ക് ചെയ്യാനും അല്ലെങ്കിൽ മാറി നിൽക്കാനും ആ കാര്യത്തിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് മാറി നിൽക്കാനും ശ്രമിച്ചാലും യൂണിവേഴ്സ് നമ്മളെ മാറ്റും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഷുവറാണ്. ഓക്കെ, അത് കാലം നമ്മളെ തെളിയിക്കും എന്നാണ് പറയുക. കാലം തെളിയിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിൽ പല വിധത്തിലും പല വഴിക്കും അവർ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ടുണ്ടായിരിക്കണം. ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും, ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു ഫിനാൻഷ്യൽ കണക്ഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾക്കിടയിൽ വരാൻ സാധ്യത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു ലവ് മാത്രമായിട്ട് ചുരുക്കി പറയാം. ലവ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് കാണുന്ന രീതിയിലുള്ളൊരു ക്രഷ്, പിന്നീട് അവരോട് തോന്നുന്ന ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. പക്ഷെ ഇതൊരു ലവിനേക്കാളും നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്ന് എന്താ പറയുക, അത്തരത്തിലുള്ളൊരു ഫിസിക്കലായിട്ടുള്ളൊരു ഇത് ഇല്ല, വേണമെന്നില്ല. നിങ്ങൾക്ക് അവരുടെ സ്നേഹം മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പല രീതിയിലും ഈ വ്യക്തിയെ പ്യൂരിഫൈ ചെയ്യാനുള്ള കഴിവും ഉണ്ടെന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള റിയലൈസേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ചോയ്സസുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കതൊന്നും ഒരു ഓപ്ഷനായിട്ട് എടുക്കാനായിട്ട് തോന്നുന്നില്ല. എന്തുകൊണ്ടോ അവരുടെ ആത്മാവ് നിങ്ങളിലേക്ക് വലിയുന്ന ഒരു അവസ്ഥ. പക്ഷേ അവിടെ നിങ്ങളിലേക്ക് വലിഞ്ഞാലും അവർ ഭയക്കുന്നുണ്ട്. കാരണം നിങ്ങളിലേക്ക് വരാൻ അവർക്ക് അവരുടെ സോളിന് ഒരു ഭയം കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെയോ ഫ്യൂച്ചറിലേക്ക് അത് അവർക്ക് നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടുള്ളൊരു ഭയമാണോ, എന്തോ ഒരു ഭയം ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ,